എപ്പിസോഡിന്റെ തുടക്കത്തില് ആ ഒരു വലിയ പൊട്ടിത്തെറി അത് കാണിക്കാണ്. ആ ഒരു പൊട്ടിത്തെറി കണ്ട് ഇപ്പൊ എല്ലാവരും പേടിച്ചു വിറച്ച് അങ്ങോട്ട് നോക്കി നിൽക്കുമ്പോ വില്ലനാവട്ടെ അവനൊരു പോറല് പോലും ഏറ്റിട്ടുണ്ടാവില്ല. പക്ഷെ ആസുമയുടെ ബോഡിക്ക് ഇപ്പൊ സാരമായിട്ടുള്ള പരിക്കേക്കും. ആസുമ പേടിച്ചു വിറച്ച് ഇപ്പൊ അവനെ ചുറ്റും നോക്കും. അത്രയും വലിയൊരു പൊട്ടിത്തെറി ഉണ്ടായിട്ടും വില്ലന് പോറല് പോലും ഏറ്റിട്ടില്ല. പക്ഷെ എനിക്കിപ്പോ ഒരുപാട് പരിക്ക് പറ്റിയിരിക്കുകയാണ്. പക്ഷെ വില്ലൻ അവനവന്റെ യഥാർത്ഥ രൂപം ഇപ്പൊ ആസുമയ്ക്ക് കാണിച്ചു കൊടുക്കും. ആസുമയ്ക്ക് എവിടെയൊക്കെ പരിക്ക് പറ്റിയിട്ടുണ്ടോ അതേ ഭാഗങ്ങളില് ഇപ്പൊ വില്ലനും പരിക്ക് പറ്റിയിരിക്കുകയാണ്. അവൻ കത്തിക്കരിഞ്ഞ് ഇപ്പൊ അങ്ങനെ ആസുമയെ നോക്കി നിൽക്കും. ആസുമ പതിയെ ഇപ്പൊ വേദന സഹിച്ച് എഴുന്നേറ്റ് നിൽക്കും. പക്ഷെ ആസുമയുടെ പരിക്ക് അത് വളരെ കൂടുതലായതുകൊണ്ട് അവനെ കൊണ്ട് മൂവ് ചെയ്യാൻ കഴിയില്ല. അതിനാ ചൊനിയൻസ് പരസ്പരം ചോദിക്കും, ആക്ച്വലി വില്ലൻ അവനെ തന്നെയല്ലേ കത്തിച്ചത്, പിന്നെങ്ങനെ ആസുമ സെൻസായിക്ക് പരിക്ക് പറ്റി? ഇവിടെ ഷിക്കമൊരു പേടിച്ചിട്ട് ഇങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. കാഗസ് വിളിച്ചു പറയും, അവനെ അടിച്ചു കൊല്ല്, അവന്റെ ബോഡിക്ക് 35 മില്യൺ ആണ് ഇപ്പോഴത്തെ വില. അതിന് കാഗസ് പറയും, ദ റിയൽ ഫൈറ്റ് അതെന്താണെന്ന് നീ കാണാൻ പോകുന്നതേ ഉള്ളൂ. ആസുമ സെൻസായി കത്തിയെടുത്ത് ഇപ്പൊ അവന്റെ നേരെ ഓടി വരും. അപ്പത്തേക്കും അവന്റെ വലിയ ടൂൾ എടുത്ത് അവന്റെ സ്വന്തം കാലിൽ തന്നെ ഇപ്പൊ കുത്തിയിറക്കും. അപ്പൊ ഇവിടെ ആസുമയാവട്ടെ അവന്റെ കാലിൽ പരുക്ക് പറ്റി അങ്ങനെ താഴെ വീഴാണ്. അവനത് കണ്ട് ചിരിച്ചിട്ട് ഇപ്പൊ ആസുമയോട് ചോദിക്കും, എങ്ങനെയുണ്ട്, നല്ല വേദനയുണ്ടോ? നമ്മുടെ ആൾക്കാർക്ക് ഒന്നും മനസ്സിലാവില്ല. അവനെ കുത്തി വേദനിപ്പിക്കുമ്പോ ഇവിടെ ആസ്മയ്ക്കും അതേ വേദനയും അതേ മുറിവും ഉണ്ടാവുകയാണ്. വില്ലൻ വീണ്ടും അവന്റെ കത്തി പിടിച്ചു വലിച്ച് അവനെ തന്നെ കുത്താണ്. നിനക്ക് നോവുന്നുണ്ടോ? ഞാൻ എന്റെ ശരീരത്തിൽ മുറിവുണ്ടാക്കിയ വേദനിക്കുന്നത് എനിക്കായിരിക്കില്ല, മറിച്ച് നിനക്കായിരിക്കും. ഇവിടെ നമ്മുടെ ആൾക്കാരാവട്ടെ അത് കണ്ട് പേടിച്ചു വരച്ച് നോക്കി നിൽക്കുകയാണ്. അസുമ മാസ്റ്ററിന് മനസ്സിലാവും, ഇവന്റെ എന്തോ ഒരു ശാപം അതിപ്പോ എന്റെ മേലെയുണ്ട്, ഇവന്റെ എന്തോ ഒരു ശാപം അതിപ്പോ എന്റെ മേലെയുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത്. വില്ലൻ വീണ്ടും കത്തിയെടുത്ത് അവന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തായിട്ട് അത് മൂവ് ചെയ്ത് ഇവിടെ കുത്തണോ ഇവിടെ കുത്തണോ എന്ന് ചോദിച്ച് ഇപ്പൊ ആസുമയെ പേടിപ്പിക്കാൻ തുടങ്ങും. അവൻ അവസാനമായിട്ട് ആ കത്തി അത് നെഞ്ചിലേക്ക് കൊണ്ടുവന്ന് ഞാൻ ഇവിടെ കുത്താന്ന് പറഞ്ഞ് കൈ ചുരുട്ടി പിടിച്ച് ആ കത്തിയെടുത്ത് കുത്താനായിട്ട് ഒരുങ്ങാണ്. അപ്പൊ ലോങ് ഷോട്ടില് ഇപ്പൊ ഷിക്കമരു ആവട്ടെ അവന്റെ ഷാഡോ ക്ലൗൺ ക്രിയേറ്റ് ചെയ്ത് ഇപ്പൊ വില്ലനെ തടയാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഹീഡന് അവന്റെ കത്തി അത് അനക്കാൻ പറ്റില്ല. അവന് മനസ്സിലാവും അവന്റെ ബോഡി അത് മുഴുവനായിട്ടും ഇപ്പൊ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഹീഡൻ ഫുൾ പവർ എടുത്ത് ഇപ്പൊ ഷാഡോ ക്ലൗണ് അത് നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ബാക്കിയുണ്ടായിരുന്ന ആ 2 ഷിനോബീസ് ഇപ്പൊ പരസ്പരം ചോദിക്കും, ബാക്കപ്പ് ടീം വരാൻ ഇനി എത്ര ടൈം ഉണ്ട്? അതിനാ മൂക്കിൽ കെട്ടിട്ടവൻ പറയും, ഇനിയും 20 മിനിറ്റ്സ് ബാക്കിയുണ്ട്. അവരെത്രയും പെട്ടെന്ന് എത്തിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ആസുമ സെൻസായെ നമുക്ക് നഷ്ടപ്പെടും. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ വലിയ ആപത്താണ്. വില്ലന്മാര് 2 പേരുണ്ട്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് തന്നെ എന്തെങ്കിലും ചെയ്യണം. ഇവിടെ ഹീഡൻ ആവട്ടെ അവൻ കിടന്ന് അലറാൻ തുടങ്ങും, നിങ്ങൾ എന്തൊക്കെ ശ്രമിച്ചാലും ഞങ്ങളെ തോൽപ്പിക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് കഴിയില്ല. ഇവിടെ ഷിക്കമൊരു ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് പറഞ്ഞ് അവൻ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും. നമ്മുടെ മുൻപിൽ സമയമില്ല, അസുമ മാസ്റ്ററിന്റെ ജീവൻ അത് വലിയ അപകടത്തിലാണ്. ഷിക്കമൊരു അവന്റെ ഫുൾ പവറില് വില്ലനെ ഷാഡോ ക്ലൗൺ ഉപയോഗിച്ച് അങ്ങനെ മടക്കി പിടിക്കുമെങ്കിലും വില്ലൻ അവന്റെ ഫുൾ പവർ എടുത്ത് വീണ്ടും ആ ഒരു ടൂൾ ഉപയോഗിച്ച് അവനെ തന്നെ കുത്താനായിട്ട് ഇപ്പൊ റെഡി ആയിട്ട് നിൽക്കും. അപ്പൊ ആ ഒരു കാഗസു അവനിപ്പോ നിലവിളിച്ച് ചോദിക്കും, നിനക്ക് വേണമെങ്കില് ഞാനൊരു കൈ നോക്കാം. അതിന് ഹീഡൻ ദേഷ്യപ്പെട്ട് പറയും, ഇതെന്റെ കാര്യമാണ്, ഇതിന് നീ ആവശ്യമില്ലാതെ ഇപ്പൊ തലയിടേണ്ട കാര്യമില്ല. അപ്പൊ കാഗസു അവൻ ചുറ്റും നോക്കുമ്പോഴായിരിക്കും ഷിക്കമൊരു അവനെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് കാണുക. അപ്പൊ ഇവനാണല്ലേ അവനെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് ഇപ്പൊ അവൻ മനസ്സിൽ പറയും. അപ്പൊ ഷിക്കമൊരു അവനിപ്പോ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. അക്കാസ്കി മെമ്പേഴ്സിനെ കുറിച്ചുള്ള ആ ഒരു ബുക്ക്. അതിൽ ആദ്യം അവൻ കാണുക ഒറോച്ചിമാറുവിന്റെ ഫോട്ടോയും ഡീറ്റെയിൽസും ആണ്. രണ്ടാമതായിട്ട് അവൻ സാസുരയുടെ പ്രൊഫൈൽ കാണും. പക്ഷെ അവൻ ഓൾറെഡി ഇപ്പൊ മരിച്ചു പോയിരിക്കുകയാണ്. ഹിറ്റാച്ചി, കിസാമെ, ദേയ്തുറ ഓൾറെഡി വലിയൊരു പൊട്ടിത്തെറിയിൽ മരിച്ചു പോയതാണ്. ഇവരുടെ എല്ലാവരുടെയും പവർ അത് വളരെ കൂടുതലാണ്. ഹിറ്റാച്ചിയാണ് ഇപ്പൊ കാക്കാഷി അടിച്ച് ഹോസ്പിറ്റലിലാക്കിയത്. ഇനിയും 5 പേരുടെ ബാക്കിയുണ്ട്. അവരാരാണ്, അവരുടെ നേച്ചർ എന്താണ്, അതൊരു പിടിയില്ല. അവൻ അങ്ങനെ ആ ബെഞ്ചിൽ കിടന്ന് ഇവരെ തകർക്കാൻ എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി അത് കണ്ടുപിടിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് ഇപ്പൊ ആകാശത്തേക്ക് നോക്കി നിൽക്കും. നമ്മുടെ ഓപ്പണൻസ് ഗെൻജിപ്സു, ടൈജിപ്സു അങ്ങനെ എല്ലാ ടൈപ്പ് ജിപ്സുവിലും അവര് വളരെ മാസാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് കണ്ടുപിടിച്ച് ഫൈറ്റ് ചെയ്താൽ മാത്രമേ അവരെ നമുക്ക് ജയിക്കാൻ കഴിയൂ. ഇവരെ കുറിച്ച് കുറെ ഇൻഫർമേഷൻസ് ഇനിയും കളക്ട് ചെയ്യണം.
ഇൻഫർമേഷൻസ് ഇല്ലാതെ അക്കാസ്കി മെമ്പേഴ്സിന്റെ രോമത്തിൽ പോലും തൊടാൻ കഴിയില്ല എന്ന് അവൻ പറയുമ്പോ അപ്പൊ ദൂരെ നിന്ന് ഇപ്പൊ ഒരു ശബ്ദം കേൾക്കും. നീ അക്കാസ്കി ടീമിനെ കുറിച്ചാണോ ഇപ്പൊ ചിന്തിക്കുന്നേ? അപ്പൊ അവൻ ഞെട്ടിയിട്ട് അതാരാ നോക്കുമ്പോ മറ്റാരുമല്ല, സാക്ഷാൽ അസുമ മാസ്റ്റർ. മാസ്റ്റർ പറയും, നീ ഇപ്പൊ തന്നെ സ്ട്രാറ്റജിയെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയോ? അതിനവൻ പറയും, അതെ ചിന്തിച്ചു തുടങ്ങി, പക്ഷെ ഒരു സ്ട്രാറ്റജിയും എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. സ്ട്രാറ്റജി കണ്ടുപിടിക്കണമെങ്കിൽ അവരെ കുറിച്ചുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് അതെനിക്ക് കിട്ടണം. അതിന് മാസ്റ്റർ പറയും, ഈ ലീഫ് വില്ലേജിൽ തന്നെ ഏറ്റവും നല്ല സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യുന്നത് അത് നീയാണ്. മറ്റുള്ളവർ സാധാരണ ചിന്തിക്കുന്നത് പോലെ 1 vs 1 ഫൈറ്റ് അത് നീ ചിന്തിക്കരുത്. നിന്റെ ടീം എങ്ങനെ ഫൈറ്റ് ചെയ്യുന്നു എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. പക്ഷെ അതേസമയം നിന്റെ ടീമിലുള്ളവരുടെ ലൈഫ് അതും നിന്റെ കൈ തന്നെയാണ്. ടീം വർക്കിലൂടെ വളരെ എളുപ്പത്തില് ഒരുപാട് സ്ട്രാറ്റജി നിനക്ക് മെനഞ്ഞെടുക്കാൻ കഴിയും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ ഷിക്കമരു ആവട്ടെ അസുമ പറഞ്ഞ കാര്യങ്ങള് അതൊന്നൊന്നായിട്ട് ആലോചിക്കാൻ തുടങ്ങും. മാസ്റ്റർ ഒരുപാട് കാര്യങ്ങള് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഷിക്കമരു ഇപ്പൊ ആ വില്ലനെ ആ ഒരു ചെസ് ബോർഡില് ഒരു കരുവായിട്ട് കാണും. അവൻ ഇതുവരെ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു, ഇനി എന്തൊക്കെ മൂവ് ചെയ്യും, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഷിക്കമരു അതിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങും. അവൻ ആദ്യം പറഞ്ഞത് ദൈവം തീർച്ചയായിട്ടും നിന്നെ ശപിക്കുമെന്നാണ്. പിന്നീട് പറഞ്ഞു, എന്റെ കേഴ്സ് സർക്കിളില് നീ വീണിരിക്കുകയാണ്. അവനൊരു ഡയഗ്രാം വരച്ചു. പിന്നീട് ആസ്മ സെൻസൈഡ് ബ്ലഡ് അതവൻ നക്കി. അതിനുശേഷമാണ് അവന്റെ കളറ് അത് മുഴുവൻ ബ്ലാക്ക് ആയിട്ട് മാറിയത്. ഷിക്കമരുവിന് ഏകദേശം ഇപ്പൊ വില്ലന്റെ പ്ലാൻ മനസ്സിലാവും. അവൻ അസുമ മാസ്റ്ററെയും ആ ഒരു വില്ലനെയും ഇപ്പൊ മാറി മാറി നോക്കും. അപ്പൊ 2 ജൊനിയൻസും ചോദിക്കും, ഷിക്കമരു നിനക്ക് എന്തെങ്കിലും ഐഡിയ കിട്ടിയോ? അതിന് ഷിക്കമരു പറയും, യെസ് എനിക്കൊരു പ്ലാൻ ഉണ്ട്. അവര് 2 പേരും ഇപ്പൊ ഷോക്കാവും. അവൻ ഓൾറെഡി ഷാഡോ ക്ലൗൺ ജിപ്സ് ഉപയോഗിച്ച് അവനെ കൺട്രോൾ ചെയ്ത് അതേസമയം തന്നെ സ്ട്രാറ്റജി പോലും കണ്ടുപിടിച്ചു. ഷിക്കമരുവെ കാണുമ്പോ തന്നെ ഇപ്പൊ ആസുമയ്ക്ക് മനസ്സിലാവും അവൻ എന്തോ ഒരു പ്ലാന് എക്സിക്യൂട്ട് ചെയ്യാൻ പോവാണെന്ന്. അവന്റെ സ്ട്രാറ്റജി അത് വളരെ പവർഫുൾ ആണ്. മാത്രമല്ല അത് കറക്റ്റ് ആയിട്ട് വർക്കൗട്ട് ആവും. ഇവിടെ ഷിക്കമരു അവന്റെ കാല് അത് പതുക്കെ പതുക്കെ ഇപ്പൊ നിരക്കാൻ തുടങ്ങും. ഷാഡോ ക്ലൗൺ ബ്രേക്ക് ചെയ്യാതെ ഇപ്പൊ ഷിക്കമരു പതിയെ പതിയെ അവന്റെ കാല് അത് നീക്കിക്കൊണ്ടേയിരിക്കും. അപ്പോഴായിരിക്കും കാഗസൂന് മനസ്സിലാവുക ഷിക്കമരു ആ ഒരു വില്ലനെ ഇപ്പൊ ഡയഗ്രാമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നോണ്ടിരിക്കുകയാണ്. അപ്പൊ കറക്റ്റ് ആയിട്ട് ഇപ്പൊ ഹീഡനും മനസ്സിലാവും അവന്റെ പ്ലാൻ ഷിക്കമാരുവിന് പിടികിട്ടിയെന്ന്. ആ ജൊനിയൻസിനാണെങ്കിൽ മനസ്സിലാവില്ല, നീ എന്താടാ കാണിക്കണേന്ന് ചോദിക്കുമ്പോ അതിന് ഷിക്കമരു പറയും, ആ വില്ലനെ അവനെ സർക്കിളിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയാണെങ്കിൽ അസുമ മാസ്റ്ററിന്റെ മേലെ അവനുണ്ടാക്കിയ ആ ഒരു കേഴ്സ് അതങ്ങനെ തന്നെ ഇല്ലാതാവും. അതിനാണ് ഞാനിപ്പോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവന്റെ കയ്യിലുള്ള ആ ഒരു ടൂള് അതവൻ അടുത്ത് വെച്ച് ഉപയോഗിക്കില്ല. അതിന്റെ കൂടെയുള്ള ആ ഒരു കയറ് വെച്ച് അത് വലിച്ചെറിഞ്ഞ് മറ്റുള്ളവരെ മുറിവേൽപ്പിക്കും. ആ രക്തം അതവൻ സക്ക് ചെയ്ത് കഴിഞ്ഞാല് പിന്നീട് അവന്റെ കേഴ്സില് ആ ആളും വീഴും. അപ്പൊ ആസുമ ഞെട്ടിയിട്ട്, അപ്പൊ എന്റെ ബ്ലഡ് വെച്ചാണോ ഇവൻ എന്നെ കേഴ്സിൽ അകപ്പെടുത്തിയത്? ഷിക്കമരു പറയും, ബ്ലഡ് വെച്ച് മാത്രമല്ല, നിന്റെ ബ്ലഡ് സക്ക് ചെയ്ത് അവൻ ആ സർക്കിളിൽ കയറിയ പിന്നീടായിരിക്കും അവന്റെ കേഴ്സിൽ പെട്ടുപോവുക. കാഗസോ അത് കേട്ട് ഷോക്ക് ആവുമ്പോ ഇപ്പൊ ഷിക്കമരു ആവട്ടെ വീണ്ടും അവന്റെ പ്ലാൻ മുഴുവൻ 1 മുതൽ അവസാനം വരെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിന് വില്ലൻ കലി കയറി അലറും, നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ പ്ലാൻ അത് റിവീൽ ചെയ്യും, നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറയുമ്പോ അതിന് ഷിക്കമരു പറയും, ഞാനല്ല നീ തന്നെയാണ് ഈ പ്ലാൻ മുഴുവൻ റിവീൽ ചെയ്തത്. വില്ലന് കലി കയറി അവൻ കഷ്ടപ്പെട്ട് കടിച്ചു പിടിച്ച് കത്തിയെടുത്ത് അവന്റെ ചെവി കുത്താണ്. പക്ഷെ ആസുമയ്ക്ക് ഇപ്പൊ ഒന്നും സംഭവിക്കില്ല. ഷിക്കമാരു വീണ്ടും വില്ലനെ അറഞ്ചം പുറഞ്ചം ലോക്ക് ചെയ്തിട്ട് അസുമയോട് വിളിച്ചു പറയും, മാസ്റ്റർ എന്റെ പവർ അത് ഏകദേശം കഴിയാനായി, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവന്റെ കഥ കഴിക്കണം. ആസുമ ഓട്ടനെ അവന്റെ നിഞ്ച ടൂളില് ചക്ര പവർ ആക്ടിവേറ്റ് ചെയ്ത് അവന്റെ അടുത്തേക്ക് ഓടുകയാണ്. ആസുമ അവന്റെ തൊട്ടടുത്തെത്തുമ്പോ വില്ലൻ വിളിച്ചു പോവും, കാഗസു നോക്കി നിൽക്കാതെ എന്തെങ്കിലും ചെയ്യ്, അല്ലെങ്കിൽ ഇവൻ എന്നെ ഉറപ്പായിട്ടും കൊല്ലുന്നു പറയുന്ന അതേ സമയത്ത് അസുമയാവട്ടെ നിഞ്ച ടൂൾ എടുത്ത് അവന്റെ തല തന്നെ വെട്ടി അങ്ങോട്ട് തെറിപ്പിക്കുകയാണ്. അത് കണ്ട് കാഗസു പറയും, ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് അവരുടെ അടുത്ത് കെയർഫുൾ ആയി നിൽക്കണമെന്ന്. ലോങ് ഷോട്ടില് ആ ഒരു വില്ലനെ കാണിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.